ഹലോ ഗായ്സ്, അപ്പോൾ ഇതാ പാറക്കുട്ടി സ്കൂളിലേക്ക് പോകാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ കോട്ടക്കുന്നിക്ക് പോയപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സാധനം. ഇത് വെച്ചിട്ട് ബൗൾസുകൾ അവൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സാധനം. അപ്പോൾ ആദ്യം പാറും കൂടി ഇത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പാറക്കുട്ടിന് വണ്ടി വന്നപ്പോൾ വണ്ടിയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏട്ടനെ ബുൾസൈ എന്ന് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ബുൾസൈ ആയിട്ട് കൊടുത്തിട്ടുള്ളത്, കാപ്പിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങൾക്ക് തിരൂർക്ക് പോകാനുള്ള ചെറിയൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അങ്ങനെ സ്കൂൾ വിട്ടപ്പോൾ ഞങ്ങൾ നേരെ പാറക്കുട്ടീനെ സ്കൂളിൽ നിന്ന് എടുത്തിട്ടാണ് പോയത്. തിരൂർ റോഡ് ഭയങ്കര തിരക്കായിരുന്നു. തിരക്ക് മാത്രമല്ല, നന്നായിട്ട് ബ്ലോക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. കുറേ സമയം അവിടെ ചിലവായിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം ഞങ്ങൾക്ക് അവിടെ വേസ്റ്റായി പോയിട്ടുണ്ടായിരുന്നു. അസ്തമിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് അവിടെ എത്തണം എന്നുണ്ടായിരുന്നു, പക്ഷെ അതിന് പറ്റിയില്ല. അസ്തമയം കഴിഞ്ഞ ശേഷം നല്ല വ്യൂ, നല്ല പറയുക ഹാപ്പിനെസ് കിട്ടുന്ന നല്ലൊരു സമയമായിരുന്നു ഇട്ടത്. നല്ല ഇഷ്ടപ്പെട്ടു. സൂര്യൻ അസ്തമിക്കുന്ന ടൈമിലും അതിന് മുന്നെയാണ് ഞാൻ ഈ ബീച്ചിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്തായാലും അസ്തമിച്ച ശേഷം ഈ ഒരു വ്യൂ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അച്ഛനും പാറക്കുട്ടി നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. അവർ കുറേ നേരം എന്തൊക്കെ കഥകളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു. ആദ്യക്കുട്ടൻ എന്താ അറിയില്ല, ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, അവന് ഭയങ്കര പേടി കാരണം എല്ലാ കാര്യത്തിലും അവന് ഭയങ്കര പേടിയായിരുന്നു. പാറുവിൻ്റെ പോലെയല്ല, പാറുവിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ആദ്യക്കുട്ടൻ. ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷേ എന്താണെന്നറിയില്ല, ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ആദ്യക്കുട്ടന്. എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെ കേട്ടോ. പക്ഷെ പാറുക്കുട്ടിക്ക് ഒരു പേടിയും കാര്യങ്ങളിലും നന്നായിട്ട് എൻജോയ് ഉണ്ടായിരുന്നു. പിന്നെ മണ്ണ് കളിക്കാനും അതേപോലെ മണ്ണ് തൊടാനൊക്കെ ആദ്യക്ക് ഭയങ്കര അറപ്പും കാര്യങ്ങളാണ്. നേരെ ഓപ്പോസിറ്റാണ് പാറുക്കുട്ടിക്ക്. ഭയങ്കര ഇഷ്ടമാണ് മണ്ണ് കളിക്കാനും കാര്യങ്ങളൊക്കെ കേട്ടോ. അങ്ങനത്തെ അവന് ഭയങ്കര ഹാപ്പിയാണ് ആൾ. പക്ഷെ എന്താണെന്നറിയില്ല, അവൻ ആദ്യമായിട്ടല്ല കാണുന്നത്, രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ ഒരു ബീച്ച് കാണുന്നത് കേട്ടോ. അന്ന് ഒരു നിച്ചം വയ്ക്കാത്തൊരു ടൈമിലായിരുന്നു. ഇപ്പം എന്താണെന്നറിയില്ല, അന്ന് ഭയങ്കരമായിട്ട് അവൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. പേടിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ വലുതായതിൻ്റെ ശേഷമായിട്ട് അവൻ ഇങ്ങനെ പേടിയും കാര്യങ്ങളും വന്നത്. അവന് ബാക്കിൽ കയ്യും കെട്ടി അങ്ങനെ കല്ലും ഇതൊക്കെ പറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ എന്താ നല്ല വെള്ളത്തേക്ക് ഇറങ്ങിയിട്ടേ ഇല്ലായിരുന്നു. അങ്ങനെ അവൻ കുറേ നേരം ഞങ്ങൾ അത് കണ്ടുകൊണ്ടിരുന്നിട്ടോ. അങ്ങനെ ഈ തോണി കണ്ടപ്പോൾ പാറുക്കുട്ടി പറഞ്ഞ് തോണിയിൽ കയറണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെറിയ പാർക്കും കാര്യങ്ങളുണ്ട്, അപ്പോൾ അതിൽ കയറാമെന്ന് വിചാരിച്ച് അങ്ങനെ അവളെ സമാധാനപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനും പാറും കൂടി ഇതാ ഈ ഒരു വീട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. മണ്ണുകൊണ്ട് ഞങ്ങൾ വീടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, മണലുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അതിൽ എൻജോയ് ചെയ്ത് കുറേ നേരം ഇരുന്നിട്ടോ. അങ്ങനെ ആദ്യക്കൂട്ടം കുറേ നേരം നോക്കി ചെയ്തിട്ടുണ്ടായിരുന്നു. പാറക്കുട്ടി അവൾക്ക് കഴിയുന്ന രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറേ നേരം പാറക്കുട്ടി ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം കുറേ നേരം എന്താണെന്നറിയില്ല, കുറേ നേരം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കുറേ നേരം വെള്ളത്തേക്ക് നോക്കി ഇങ്ങനെ ഭയങ്കര ആലോചനയിലായിരുന്നു കേട്ടോ. പിന്നെ ഇതാ രണ്ടുപേരും വെള്ളത്തേക്ക് ഇറക്കിയിട്ടുണ്ട് ഏട്ടൻ. അവൻ്റെ പേടിയൊക്കെ ഒന്ന് മാറട്ടെ വിചാരിച്ച ഏട്ടൻ വെള്ളത്തേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവന് പേടിയാണ്, എന്നാലും കുറച്ച് നേരമൊക്കെ അവൻ എൻജോയ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ കുറേ നേരം വെള്ളത്തിൽ നിന്ന് കയറി കരയിൽ കുറേ നേരം നടന്നിട്ടുണ്ടായിരുന്നു. പാറുക്കുട്ടി ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ അച്ഛൻ്റെ കൂടെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് അച്ഛനും അതേപോലെ പാറുക്കുട്ടി ഭയങ്കര മണലുകൊണ്ട് ഭയങ്കര വീടും കാര്യങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ പാറുക്കുട്ടി ഒറ്റയ്ക്ക് കുളം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ കുളം അവൾക്ക് കഴിയുന്ന രീതിയിൽ അവൾ കുളം കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ അവൾ നല്ല ഹാപ്പി ആയിട്ട്. മണ്ണുകൊണ്ട് കളി എന്ന് പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര ജീവനാണ്. മണ്ണുകൊണ്ടാണ് അവൾ എന്തിനും മണ്ണുകൊണ്ടാട്ടോ കളിക്കാറ്. അങ്ങനെ ആദ്യക്കുട്ടൻ്റെ പേടി അതേപോലെ അവൻ്റെ അറപ്പും കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. അവനും മണ്ണിൽ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെയും ആൾക്കൾ കുറവായിരുന്നു കേട്ടോ. ഞാൻ എന്താണെന്ന് അറിയില്ല, ഞങ്ങൾ ലാസ്റ്റ് വന്നതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, നേരം വൈകി വന്നിട്ടാണോ എന്താ അറിയില്ല, ആളുകൾ കുറവായിരുന്നു. അങ്ങനെ എന്താ ഞങ്ങൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റി നല്ല വെള്ളം കൊണ്ടൊക്കെ കുപ്പിയിൽ വെള്ളം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ വെള്ളം കൊണ്ടൊക്കെ നന്നായിട്ട് കുളിച്ച് നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റി ഈ ഒരു പാർക്കിൽ കയറിയിട്ടുണ്ട്. പാറു ഈ പാർക്ക് കണ്ടാൽ നിൽക്കൂല, അവൾ ഭയങ്കരമായിട്ട് ഓട്ടം ഓടും കേട്ടോ. അങ്ങനെ നന്നായിട്ട് ഓടിയിട്ടുണ്ടായിരുന്നു അവൾ. അങ്ങനെ ഓടി അങ്ങനെയൊക്കെ ഇവിടെ എത്തി. അങ്ങനെ ഈ ഒരു ഇതിൽ കയറിയിട്ടുണ്ട് കേട്ടോ. നല്ല ഹാപ്പിയാണ് ആൾ. തോണിയിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് അവൾക്ക് അതിലേറെ ഹാപ്പി ആട്ടോ അവൾ. തിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യക്കുട്ടന് കയറണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചതുകൊണ്ട് എന്താണെന്നറിയില്ല, ഈ ഒരു കാര്യത്തിൽ മാത്രം അവന് പേടിയില്ല. അപ്പോൾ അവന് കുറച്ച് നേരം അതിലിരുന്നിട്ട് ഞങ്ങൾ പിടിച്ചിട്ടുണ്ടായിരുന്നു. അവന് പോകാൻ ഞങ്ങൾ കൊടുത്തിട്ടില്ല, കാരണം ചെറിയൊരു വെള്ളം കുറച്ച് ഡേഞ്ചർ ആയതുകൊണ്ട് ഞങ്ങൾ അവനെ വിട്ടിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ പാറക്കുട്ടി ഒറ്റയ്ക്കും ആദ്യക്കുട്ടനും ഒറ്റയ്ക്കുള്ളായിരുന്നു, വേറെ ആരും ഇല്ലായിരുന്നു. ലാസ്റ്റ് ഞങ്ങളായതുകൊണ്ട് ഞങ്ങൾ അതിൻ്റേതായൊരു ഫ്രീഡത്തിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിട്ടു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.